അച്ഛ, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. നീ ഇതെന്താ പറയുന്ന മോളെ? ഇവിടെ നിൽക്കാതെ നീ ഇവിടെ എവിടേക്കാ പോകുന്നത്? ഞാൻ തിരികെ ദുബായിലേക്ക് തന്നെ പോവുക. ദുബായിലേക്കോ? എന്തിന്? പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? നിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം തീർന്നില്ലേ? ഇനി എന്തിനാ പണം ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും ദുബായിലേക്ക് പോകുന്നത്? ഞാൻ ദുബായിലേക്ക് തിരികെ പോകുന്നത് പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല അച്ഛ. പിന്നെ? ഇവിടെ നടക്കുന്ന ഒന്നും കാണാനുള്ള സഹനശക്തി എനിക്കില്ല. അതുകൊണ്ട് ഗൾഫിലേക്ക് മടങ്ങി പോവാൻ ഞാൻ തീരുമാനിച്ചത്. എന്റെ ഭർത്താവിനെ കൊന്നവൻ തന്നെ എന്റെ മൂത്ത മോളുടെ ഭർത്താവായി. ഞാൻ ശത്രുവായി കണ്ട അവന്റെ കുടുംബം ഇപ്പോ എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളായി. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? താങ്ങാവുന്നതിന്റെ അപ്പുറം ഞാനിപ്പോ അനുഭവിക്കുന്ന മാനസിക പീഡനവും വേദനയും. അതുകൊണ്ട് ഇനി ഞാൻ ഈ നശിച്ച നാട്ടിൽ നിൽക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഞാൻ തിരികെ പോവും. മോളെ, ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. നീ പെട്ടെന്നുള്ള തീരുമാനം അല്ല അച്ഛ, ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ. മോളെ, നീ ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്ക്. ഇവിടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാ പുതിയൊരു കുരുക്കുണ്ടായത്. ഈ കുരുക്ക് നമ്മളാരും അറിഞ്ഞുകൊണ്ട് സംഭവിച്ചല്ലോ. ഇത് ദൈവത്തിന്റെ കുരുക്കാണ്. ഇത്രയും വർഷത്തെ ജീവിതാനുഭവത്തിൽ നിന്നും ഉറപ്പിച്ച് ഞാനൊന്ന് പറയാം. ദൈവം ഒരു കാര്യത്തിലും അനാവശ്യമായി കുരുക്കിടില്ല. ഇങ്ങനെ ഒരു കുരുക്ക് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതഴിക്കുന്നത് ദൈവം തന്നെ ആയിരിക്കും. അതറിയാൻ നീ ഇവിടെ തന്നെ ഉണ്ടാവണം മോളെ. ഓരോ നിമിഷവും ഉള്ളു വെന്ത് നീറിയാലും നീ ഇവിടം വിട്ട് എവിടെയും പോകരുത്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് നീ കാണണം.